നമ്മൾ എവിടെയായിരുന്നു പോകുന്നത്? നമ്മൾ എലിഫന്റ് സ്ട്രോക്ക് എലിഫന്റ് സ്ട്രോക്ക് മനസ്സിലെ മോഹം നീയേ മധുപകരൂ നീ താരകേ. ഇന്നലെ രാത്രി ഒരുത്ത മെസ്സേജ് അയച്ചു, നമുക്ക് നാളെ ആനയടി കുത്തി പോവാം, കട്ടൻ ചായയൊക്കെ കുടിച്ച് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ടൊക്കെ വരാം. അങ്ങനെ ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ ഒരു 4 മണിയായപ്പോ ആനയടിക്കുത്തിലേക്ക് ഇറങ്ങി. പക്ഷെ ചായ എടുത്തോ? ചായ എടുക്കാൻ മറന്നുപോയി. സോ ചായക്ക് പകരം ഞങ്ങൾ ഫ്ലാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. സൂര്യൻ വരുന്നത് എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വഴിയായിരുന്നു. ഞങ്ങൾ വെളുപ്പിനെയാ പോയത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം എന്നായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പോക്ക് കാരണം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എത്തിയത്. ആ നോക്കി നിൽക്കുന്നവനാണ് അഖിൽ വിജയ്. അവനാണ് വെള്ളച്ചാട്ടം കാണിക്കാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നത്. അവനെന്താ നോക്കി നിൽക്കുന്നതെന്നറിയോ? വെള്ളച്ചാട്ടം. അവിടെ മൊത്തം മറ്റി വരണ്ട് കിടക്കുക. അവിടെ വെള്ളച്ചാട്ടത്തിന്റെ വാ പോലും ഇല്ലായിരുന്നു. നമ്മള് വരുന്ന വഴി ഒരു കടയിൽ നിന്ന് ഒരു ഫ്ലാസ്കില് നമ്മള് കട്ടൻ ചായയൊക്കെ എടുത്ത്. ആഹാ, എന്ത് ഇത് ഇത്ര കടുപ്പുണ്ടായിരുന്നോ? ഞാൻ പാട്ട് പാടാൻ പോന്നു. മധുപകരൂ നീ താരകേ മനസ്സിലെ മോഹം നീയേ മധുപകരൂ നീ താരകേ. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിന്നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ. കൺമണി അൻപോട് കാതലൻ நான் எழுதும் கணிதமே பொன்மணி வீட்டில் சௌக்கியமானா இங்கு சௌக்கியமே. ആൺകുയിലൊക്കെ വരും. സൂര്യൻ ഉദിക്കുന്നതും ഞങ്ങൾ അവിടെ ഇരുന്ന് പാട്ട് പാടിയതും കിളികളുടെ സൗണ്ടും കാറ്റടിക്കുന്നതും മലയുടെ മണ്ടയിലിരുന്ന് ആ ഒരു ഏരിയ കാണാനും നല്ല രസമായിരുന്നു. ഒരു